സോ ഹായ് ഗൈസ് യു ഗൈസ് ചെയ്യണ്ട ആൻസർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് നോറേൻ്റെ സ്റ്റോറി. എല്ലാവർക്കും സ്റ്റോറി പറയാനൊരു ടൈം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ. ആ കംപ്ലീറ്റ് ഫേക്കാന്ന് പറഞ്ഞിട്ട് നോറേൻ്റെ എക്സ് ഹസ്ബൻഡ് വന്നു. എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയുക, ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറയുക, വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക, എന്തും വിളിച്ചു പറയാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക, ക്ലാരിറ്റി, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്താണത്? സോ നോറ പറഞ്ഞത് ഇങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല. അനദർ തിങ്, എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാട്ട് എനിക്ക് ലീഗലി തന്നിട്ടില്ലായിരുന്നു. ദാറ്റ് പേഴ്സൺ വാസ് നോട്ട്. പക്ഷെ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞത് എന്താ ആള് പറയുന്നത്, ഞാൻ ഡിവോഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന്. ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല. ഞാൻ ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. കൺഫ്യൂസിങ് അല്ലേ? രണ്ടാളും രണ്ട് രീതിയിലാണ് പറഞ്ഞത് ആയിരുന്നു. പക്ഷേ ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ, ഒരു ഫയൽ FIR ഇട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക, സാക്ഷികൾ കണ്ട മൊഴി വേണ്ട. നിങ്ങൾക്ക് അറിയാം, കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയുക, ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഭാര്യമാർക്ക് എന്താ പറയുക, ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുക. മർദ്ദനം, പീഡനം, 498A, ഭർത്താവിൻ്റെ പീഡനം, ഭർത്താവിൻ്റെ വീട്ടുകാരെ പീഡനം, ഉമ്മയും ഉപ്പ എല്ലാവരിലും ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക, ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിൻ്റെ പേരിൽ. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക, കേസ് മാത്രമല്ല, കോമ്പൻസേഷൻ, സെറ്റിൽമെൻറ്റ്, ഒരു ഹ്യൂജ് എമൗണ്ട് എന്താ പറയുക, സെറ്റിൽമെൻറ്റും വേണം. ഓക്കെ, അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാൻ ആളോടൊന്നും കാട്ടിയിട്ടില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല. നോറ പറഞ്ഞു നോറ ഒരു കിടിലൻ സ്ട്രീമറാണ്. റെഗുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാനും ചിന്തിച്ചു, ഇത് ഞാൻ എവിടെയും കണ്ടില്ല, ഇങ്ങനെ ഒരു സ്ട്രീമറിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മേ ബി എൻ്റെ കണ്ണിൽ പെടാത്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചു. പക്ഷേ നോറൻ്റെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്. ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ? അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എല്ലാവർക്കും പാരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏണിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക, മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി, അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി, വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരൻ്റ് ആ വീട്ടിലേക്ക് കയറാത്തത്? ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ കയറാത്തത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സുകളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും? അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ. അത് നല്ല റീച്ചായ വീഡിയോസിന് എന്താ പറയുക, ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാക്സിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ 1000-ൽ ഒതുങ്ങുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഇനി വേറിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, കൊളാബറേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. ഇതിൽ കൂടി എന്താ പറയുക, ഏറിപ്പോയാൽ എത്ര എമൗണ്ട് കിട്ടും? ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ഏറിപ്പോയാൽ എത്ര കിട്ടും? ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല, ഒരുപാട് പേര് എന്താ പറയുക, ആണാണെങ്കിൽ പെണ്ണാണ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന്. അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വരികയാണ്, യൂട്യൂബിൽ ആളെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് അതിലൊരു ഡൗട്ട് വന്നിക്കണം. ഞാൻ അതാണ് ഇതിലെടുക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇത്ര നോക്കിയിട്ട് 20ൻ്റെ മുകളിൽ എനിക്ക് വരലില്ല. ഓന ആരെ വിരലാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് നിങ്ങൾ പറയണോ? എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവില്ല ഗൈസ്. 2740 വരലോ എടേ, അതേത് വരല്? അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൂട്ടണ്ട. ഇനി വീഡിയോ ആണെങ്കിൽ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട്, എത്ര വീഡിയോസ് കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങ് കാണാം. ഇവിടെ കുറേ ട്രാവലേഴ്സ് ഉണ്ട്, കുറേ എന്താ പറയുക വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ പറയുക, അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, മില്യൺസ് ലാക്സ് വ്യൂസ് കിട്ടും. അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്താ പറയുക ഇവരില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്താ പറയുക, നോ ചാൻസ്. ഇനി ഫേസ്ബുക്കിലേക്ക് പോവുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് എന്താ പറയുക, ഈ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ട് എന്താ പറയുക, ആരും കിടന്നിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത്. കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, അതുപോലെ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ. എന്നാലും ലിമിറ്റ് ഇല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
ഏത് ആപ്പിലൂടെയാണ് ആൾ എന്താ പറയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത്, സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാൻ എന്താ പറയുക ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്, ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു. പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ. ആൾക്ക് എന്താ പറയുക ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല. ആൾക്ക് എന്താ പറയുക ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക. ഓക്കെ, ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ. ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ഈ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണോ, എന്നാൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂ. ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്താ പറയുക ഞങ്ങൾ. ശരിയാണല്ലോ, ഓരോന്നും അവിടെ ഇവിടെ ക്ലിക്കാവുന്ന പോലെ എന്തോ ഒരു സംശയം. പക്ഷേ നോറേൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേറെ ഏതോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണെന്ന്. പക്ഷേ ഏതാണെന്ന് നമുക്കൊന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു 3 പ്ലാറ്റ്ഫോമേ കാണിച്ചിട്ടുള്ളൂ. വേണേൽ ട്വിച്ച് ആവാം, വേറെ എന്തെങ്കിലും ആവാം, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ ഉപ്പ വന്നില്ല എന്ന് പറഞ്ഞു. ഇയാൾ പറയുന്നത് വേറെ ഉദ്ദേശത്തിലാണെന്ന്. ട്വിച്ചിലൊക്കെ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നടക്കാം. സോ ട്വിച്ചും നമുക്കൊരു പോസിബിലിറ്റിയാണ്. ട്വിച്ചൊന്നും ഇയാൾ പറയുന്നില്ല, ഇയാൾക്ക് ആ പ്ലാറ്റ്ഫോം അറിയത്തായിരിക്കും. സോ എന്തിലാണ് സ്ട്രീം ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഫോളോവേഴ്സൊക്കെ എത്ര ഉണ്ടെന്നും അറിയില്ല. സോ സ്ട്രീമർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, എവിടെയെന്ന് പറഞ്ഞില്ല. ഇയാൾ മോശമായിട്ട് രീതിയിലാണ് പറയുന്നത്. ഉപ്പ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയെന്ന്. ശരിയാണ്, കാരണം തൊപ്പിക്ക് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. തൊപ്പിക്ക് ഈ ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ വിശ്വസിച്ചു. കാരണം നമ്മൾ മനസ്സലിഞ്ഞ് മലയാളികൾ പാവല്ലേ, ഇതൊക്കെ കണ്ടാ ഇച്ചുടാ എന്ന രീതിയിൽ നമ്മൾ നിന്ന് പോകും. അപ്പോൾ എന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല. വേറൊരു കാര്യമുണ്ട്, ഇതിനൊരു റിപ്ലൈ നോറയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ബിഗ് ബോസ് പറയുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്ന രീതിയിലാണ്. സോ ഇതിനൊരു റിപ്ലൈ നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. എന്താ ചെയ്യലേ, അവിടെ നിന്ന് റിപ്ലൈയും കിട്ടൂല. ഇയാൾ ഇവിടെ ഇങ്ങനെ പറയും ചെയ്ത്. ഇനിയിപ്പോൾ 100 ദിവസം വെയിറ്റ് ചെയ്യണോ? വേണ്ട, 100 ദിവസം വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ വേഗം നോറേനെ പുറത്താക്കാനുള്ള പരിപാടി ചെയ്താൽ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് കാണാം. സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.